മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ദേ ഇങ്ങനെ സൈഡിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഹലോ, വെൽക്കം ടു അവർ ഫാമിലി. എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ എൻ്റെ പേര് മറിയ എന്നാണ്. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ജിജൂസ് മറിയാമ്മ എന്നാണ്. അപ്പോൾ ജിജു എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. ഞങ്ങൾ UK സെറ്റിൽഡ് ആണ്. ഞാനങ്ങനെ വലിയ മേക്കപ്പ് കലാകാരി, അങ്ങനെ വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റോ അങ്ങനെ ഒന്നും അല്ല കേട്ടോ. എനിക്ക് മേക്കപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു കോഴ്സും പഠിച്ചിട്ടൊന്നുമല്ല. പക്ഷെ ഞാൻ പലരും ചെയ്യുന്ന വീഡിയോസ് കണ്ട് ഇൻസ്പയർ ആയിട്ട് എനിക്കും അതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ കൊള്ളാമെന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു വീഡിയോയാണ്. കൂടുതൽ പറഞ്ഞ് ഞാൻ ഇതാക്കുന്നില്ല. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ എന്റെ കണ്ണ് എഴുതുന്ന ഒരു വീഡിയോ എങ്ങനെയാണ് എന്ന് എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കമന്റില്. അപ്പൊ ഞാൻ ആ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ കണ്ണ് എഴുതുന്നതിന് മുമ്പ് ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഐബ്രോസും നമ്മൾ എഴുതിയിരിക്കണം. അതേപോലെ നമ്മുടെ ഐഷാഡോയും നമ്മൾ ഇട്ടിരിക്കണം. എന്നാലാണ് കണ്ണ് എഴുതി കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അതേപോലെ എൻ്റെ കണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു കണ്ണാണ്, വളരെ കുഞ്ഞു കണ്ണാണ്. ഓൾറെഡി എൻ്റെ മുഖത്തിന് നല്ല വണ്ണം ഉള്ളതുകൊണ്ട് കണ്ണ് കുറച്ചും കൂടെ കുഞ്ഞിതായിട്ട് തോന്നിക്കാറുണ്ട്. അത് കൂടാണ്ട് എനിക്ക് എൻ്റെ കണ്ണ് ചെറുതിലെ എൻ്റെ കണ്ണ് കുഞ്ഞു കണ്ണാണ്. വണ്ണം ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ കണ്ണ് ചെറുതാണ്. അപ്പൊ ഞാൻ ഇച്ചിരിയുടെയും കണ്ണ് വളരെ ചെറുതായതുകൊണ്ട് ഞാൻ ഇച്ചിരി ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ പാകത്തിനാണ് ഞാൻ കണ്ണ് എഴുതുന്നത്. അപ്പൊ ഞാൻ എങ്ങനെയാണ് കണ്ണ് എഴുതുന്നത് എന്നുള്ളത് ഞാൻ കറക്റ്റ്. കണ്ണ് എഴുതുന്നത് ഈ 2 പ്രോഡക്ട്സ് വെച്ചിട്ടാണ്. ഞാൻ ഇതിന് മുമ്പുള്ള 2-3 ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കണ്ണ് എഴുതാൻ. ഇപ്പൊ നിങ്ങൾ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഉള്ള വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ണ് എഴുതുന്നത് ഈ 2 സാധനങ്ങൾ വെച്ചിട്ടാണ്. എനിക്ക് വേറെ കൺമഷിയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ എനിക്ക് ഇച്ചിരി കംഫർട്ടായിട്ട് തോന്നിയേക്കുന്ന ഒരു സാധനം, ഞാൻ വർഷങ്ങളായിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് വേറൊന്നും കണ്ണിൽ യൂസ് ചെയ്യാൻ എനിക്ക് അത്ര താല്പര്യമില്ല. അതുകൊണ്ട് ഐഷാഡോയ്ക്ക് ഞാൻ മാറി മാറി യൂസ് ചെയ്യും. പക്ഷെ എനിക്ക് കൺമഷിയുടെ കാര്യത്തിൽ ഞാൻ 100% ഇത് രണ്ടും അട്ടെടുക്കാറ്. വേറെ ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. ഇപ്പൊ കാജലാണെങ്കിൽ ഞാൻ പ്ലമ്മിന്റെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്റെ കണ്ണ് കുഞ്ഞിതായതുകൊണ്ടും എനിക്ക് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ താല്പര്യം ഉള്ളത് കൊണ്ടും ഇതിന് ഭയങ്കര ഡാർക്ക്നെസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ കാജൽ സ്റ്റിക്കും അതേപോലെ ഡാസിലറിന്റെ എനിക്ക് തോന്നുന്നു 50 രൂപയായിരിക്കും. 50 രൂപയുടെ ഈ ഡാസിലറും ആണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യാറ്. പിന്നെ ഈ ഡാസിലർ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാസിലറിന്റെ നമ്മുടെ ഈ ബ്രഷില്ലേ, ഈ ബ്രഷ് നല്ല ഇങ്ങനെ നീണ്ട ബ്രഷ് നോക്കി എടുക്കണം കേട്ടോ. നീണ്ട ബ്രഷ് നോക്കി എടുത്താലാണ് നല്ല ഭംഗിയായിട്ട് നമ്മൾ കണ്ണ് എഴുതി വരയ്ക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് വരത്തുള്ളൂ. ഇങ്ങനെ കുഞ്ഞു ബ്രഷ് ആണെങ്കിൽ ഭയങ്കര ഒരു എന്താ പറയാ, നമുക്കൊരു നല്ല വൃത്തിയായിട്ട് വരത്തില്ല. എനിക്ക് ഫീൽ ചെയ്ത കാര്യം കേട്ടോ ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും കണ്ണ് എഴുതാൻ നേരത്ത് ഇങ്ങനെ ഇതുപോലത്തെ നല്ല നീട്ടമുള്ള ബ്രഷ് നോക്കി എടുക്കും. ഇപ്പൊ നീട്ടം കുറഞ്ഞ കൺമഷിയാണ് കിട്ടണമെങ്കിൽ പഴയ ഐലൈനറിന്റെ കുപ്പിന്ന് പഴയ അടപ്പെടുത്ത് അതിന് പൂട്ടി അങ്ങനെയാട്ടോ ഞാൻ യൂസ് ചെയ്യുന്നേ. അപ്പൊ നമുക്ക് കണ്ണ് എഴുതണ വീഡിയോയിലോട്ട് പോവാം കേട്ടോ. പക്ഷേ കണ്ണ് എഴുതാൻ നേരത്ത് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിന്റെ അടിയിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കണ്ണ് അടച്ചു പിടിച്ചിട്ട് ഇത് ഇങ്ങനെ ഒന്ന് എഴുതി കൊടുക്കും കേട്ടോ. ഇങ്ങനെ ഒന്ന് എഴുതി കൊടുക്കും. ഇങ്ങനെ എഴുതി കൊടുക്കണതിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാട്ടർ ലൈൻസ് ഉണ്ടല്ലോ കണ്ണിന്റെ, അവിടെയൊക്കെ കൺമഷി ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ എഴുതി കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ കണ്ണിന്റെ അടിയില് ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ചു കൊടുക്കും കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ പിള്ളേരുടെ ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ പിള്ളേർക്ക് ഇപ്പോൾ ഇവിടെ സമ്മർ ഹോളിഡേ ആയതുകൊണ്ട് അവരുടെ വെക്കേഷൻ ടൈമാണ്. അപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അവർ ബാക്ക്ഗ്രൗണ്ടിലല്ല പുറത്തെ റൂമിലിരുന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ആട്ടോ നിങ്ങൾ ഈ പുറമെ കേൾക്കുന്നത്. ഇങ്ങനെ വരച്ചു കൊടുക്കും കണ്ണിന്റെ അടിയിൽ നന്നായിട്ട്. കണ്ണിന്റെ അടിയിൽ വരച്ചു കൊടുത്തതിന് ശേഷം ഞാൻ 2 കണ്ണിലും കൂടെ വരച്ച് കാണിക്കാം. അപ്പൊ എളുപ്പത്തിൽ നമ്മുടെ കണ്ണ് എഴുതണം കാണിച്ചു തരാമല്ലോ. അപ്പൊ ഞാൻ ആദ്യം കണ്ണിന്റെ അടിയിൽ ഇങ്ങനെ വരച്ചു കൊടുക്കും. 2 കണ്ണിന്റെയും ഇങ്ങനെ കണ്ണ് വാലൊക്കെ ഇട്ട് കൊടുക്കാൻ പാകത്തിന് ഇച്ചിരിയോടെയും ഒന്ന് വരച്ച് നീട്ടി എഴുതുന്നുണ്ടേ. 2 കണ്ണിന്റെ അടിയിൽ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് കാജൽ സ്റ്റിക്ക് വെച്ചിട്ട് അടി എഴുതി കൊടുത്തിട്ടുണ്ട്. ഡാസിലറിന്റെ ഈ ഇതെടുത്തിട്ട് നമ്മൾ എഴുതി കൊടുക്കണം കേട്ടോ. അപ്പൊ ഡാസിലറിന്റെ ഇത് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ എടുത്ത് കഴിയുമ്പോൾ ഇതിൽ കുറെ ഇങ്ങനെ കട്ട പിടിച്ചിരിപ്പുണ്ടാവും ദേ. അപ്പൊ അതിങ്ങനെ
ഈ തുമ്പത്തേക്ക് ഇത് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കണേ, എന്നാലാണ് ഇതിങ്ങനെ നീണ്ടു വരും. അപ്പൊ നമുക്ക് ഇച്ചിരിയോടെയും എളുപ്പത്തിൽ കണ്ണ് എഴുതാൻ പറ്റൂ കേട്ടോ. കണ്ണ് എഴുതുമ്പോൾ ഞാൻ ഈ നടുക്കുന്നാണ്, കണ്ടി നടുക്കുന്ന കേട്ടോ ഞാൻ തുടങ്ങാറ്. നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടോന്ന് അറിയത്തില്ല. അതെ, വാലിട്ട് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ വാലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഈ കണ്ണിൻ്റെതായി ഈ അറ്റത്തുനിന്ന് തുടങ്ങണം കേട്ടോ. ഈ അറ്റത്തുനിന്ന് തുടങ്ങി നമ്മൾ ആ ലൈനിലോട്ട് കൂട്ടി യോജിപ്പിക്കണം. ഇപ്പൊ നമ്മൾ നമ്മുടെ ഒരു കണ്ണ് എഴുതി കഴിഞ്ഞു കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്തോരം മനസ്സിലായി എനിക്കറിയില്ല, എന്നാലും ഞാൻ ഒന്നും കൂടെ പറയാം. നമ്മൾ നടുക്കുന്നതാണ് ആദ്യം എഴുതുന്നത്. നമ്മുടെ ഇഷ്ടമാണ് മുകളിൽ എന്തോരം കട്ടി കൊടുക്കണം എന്നുള്ളത്. നടുക്കുന്ന നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ എഴുതുക. വാലിടുക എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. വാലിട്ടതിന് ശേഷം ഞാൻ നടുക്കുന്നതാണ് എഴുതി കൊടുക്കണം. നടുക്കുന്ന എഴുതി കൊടുത്തതിന് ശേഷം ഈ തുമ്പത്തുനിന്ന് ഈ ആദ്യം മുകളിലെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ തുമ്പത്തുനിന്ന് ഇച്ചിരി ഇവിടെ ഇച്ചിരി കൂട്ടിയെടുത്തിട്ട് ഇങ്ങനെ ഇവിടെ ഈ മൂക്കിനോട് ഇച്ചിരി കൂട്ടിയെടുത്തിട്ടാണ് ഞാൻ ഇടാറ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരിയുടെയും ഒരു ഭംഗി വരാൻ എനിക്ക് തോന്നിയേക്കണത് അതാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് കണ്ണെഴുതാറ്. എന്നിട്ട് ഈ മുകളിലത്തെ ലൈനായിട്ട് കൂട്ടി യോജിപ്പിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴത്തെ ലൈനും കൂടെ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണെഴുത്ത് അടിപൊളിയാകും. പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ കണ്ണ്. അപ്പൊ നമുക്ക് അടുത്ത കണ്ണും കൂടെ നമ്മൾ എഴുതി കൊടുക്കാം. നമ്മുടെ 2 കണ്ണും നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു മസ്കാരയാണ്. കണ്ണ് എഴുതിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും മസ്കാര ഇട്ടോളണം. ഇപ്പൊ കണ്ണ് എഴുതിയില്ലെങ്കിലും മസ്കാര ഇടണം കേട്ടോ. എന്നാലാണ് കണ്ണിങ്ങനെ ഗ്ലോ ചെയ്ത് ഇങ്ങനെ വിടർന്ന് ഇങ്ങനെ നിൽക്കണമെങ്കിൽ നമ്മൾ മസ്കാര കണ്ണിന് ഇടണം കേട്ടോ. നമ്മൾ നല്ല ഇങ്ങനെ പല ടൈപ്പിലുള്ള മസ്കാര ഇട്ടോ. അപ്പൊ കൺപീലിക്ക് നല്ല തിക്നെസ് തോന്നണ ടൈപ്പുള്ള മസ്കാര എടുത്തു കഴിഞ്ഞാൽ നല്ല തിക്നെസ് തോന്നും കേട്ടോ. നമ്മൾ മസ്കാര ഇപ്പൊ മസ്കാര ഇട്ട കണ്ണും മസ്കാര ഇടാത്ത കണ്ണും കണ്ടോ. അപ്പൊ നമ്മൾ നന്നായിട്ട് മസ്കാര ഇട്ട് കൊടുക്കട്ടോ. മസ്കാര ഇട്ട് കൊടുക്കുമ്പോ ആദ്യം ഇങ്ങനെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സൈഡിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതേ കണ്ണൊക്കെ എഴുതി അടിപൊളിയായിട്ട് ഞാനൊന്ന് ഒരുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ലുക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ താഴെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.